ഹലോ ഫ്രണ്ട്സ്, പത്തനംതിട്ടൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ദേവയാനി ചന്തുമോളുടെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിക്കൊടുത്ത് മോളോട് ഇങ്ങനെ വർത്തമാനമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, നമുക്ക് ഇടയ്ക്ക് ദുബായിലെ സ്കൂളിൽ പോയി പഴയ കൂട്ടുകാരെയൊക്കെ കാണാൻ എന്നൊക്കെ പറയുമ്പോഴേക്കും അത് കേട്ടുകൊണ്ടാണ് ജലജ അങ്ങോട്ട് വന്നത്. അപ്പോൾ ജലജ എന്തിനാ അവിടെ പോയി കുട്ടികളെ മാത്രം കാണാനായിട്ട് പോകുന്നത്? കുറച്ച് പേരെ ഇങ്ങോട്ട് കൊണ്ടുവരികയും കൂടെ ചെയ്യാം. ഇവിടെ വലിഞ്ഞേറി താമസിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. നേരെ ദേവയാനി പറയുക, അതിനുള്ള മറുപടി ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടാകും, പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ എന്ന് പറയും. നേരത്തേക്ക് അങ്ങോട്ടേക്ക് അഭി വരും. നേരെ ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് ശരിക്കും ചന്ദമോളെ കാണുമ്പോൾ ഇവൻ്റെ കട്ട് തോന്നുന്നു എന്ന് പറയുമ്പോൾ, അതെന്താ അങ്ങനെ പറയുന്നത്? എനിക്ക് ശരിക്കും ചായ തോന്നുന്നത് ആദർശിൻ്റെ ആണെന്ന് പറയും. നേരെ അഭിയും പറയുന്നുണ്ട്, അത് നേരാ, എനിക്കും അങ്ങനെ ഇടയ്ക്ക് തോന്നാറുണ്ട് എന്ന് അഭി പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എങ്കിൽ ശരിയായിരിക്കും, എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമായിരിക്കും എന്നിങ്ങനെ പറയും. നേരെ ജലജ പറയുകയാണ്, അച്ഛനും ഈ കുട്ടിക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അതുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ അച്ഛൻ്റെ കുട്ടിയാണെങ്കിൽ കൊച്ചുമക്കളുടെ ഷേപ്പൊക്കെ ചിലപ്പോൾ വന്നെന്നിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയുവാണ്. അന്നേരം ദേഷ്യം വരുന്നുണ്ട് ദേവയാനിക്ക്. ദേവയാനി ചോദിക്കും, നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? 10-78 വയസ്സുള്ള മനുഷ്യനെയാണ് ഇനി കുഞ്ഞു കുട്ടികൾ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ, നല്ല ആരോഗ്യമുള്ള അച്ഛൻ ഇനി കുട്ടികൾ ഉണ്ടാകാൻ മേലെ എന്നൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എൻ്റെ നാക്കിങ്ങനെ വൃത്തികേട് പറഞ്ഞുകൊണ്ടേ ഇരിക്കൂ എന്നിങ്ങനെ പറയും. അന്നേരം അഭി പറയും, ഇനിയിപ്പോൾ എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സമാധാനം കിട്ടുമെങ്കിൽ അങ്ങനെ പറഞ്ഞോ, എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അഭി പുറത്തേക്ക് പോവാട്ടോ. അഭി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, എന്നാലും ഏട്ടത്തി അഭിയുടെ കട്ടുണ്ട് ഈ കൊച്ചിനെന്ന് പറഞ്ഞല്ലോ എല്ലാവരോടും. പറഞ്ഞ് ഇനി അഭിയുടെ തലയിൽ ഇത് കെട്ടിവെക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ ആരുടെയും തലയിൽ കെട്ടിവെക്കുന്നില്ല. ഇനിയിപ്പോൾ ആരുടെ കുട്ടിയാണെങ്കിൽ ഈ മോളെ ആരും വിട്ടുകളയാൻ പോകുന്നുമില്ല, കാരണം ഞങ്ങൾ തമ്മിൽ അത്രയും കൂട്ടാ അല്ലേ മോളെ എന്ന് പറഞ്ഞ് മോളുടെ മുഖത്തിങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജലജയ്ക്കാണെങ്കിൽ അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഏതായാലും അന്നേരം അവിടെ നിന്ന് അഭിയുടെ കുട്ടിയല്ല, അഭിയുടെ ചായയില്ല എന്നൊക്കെ ജലജ പറഞ്ഞാലും ജലജയ്ക്കൊരു സംശയം. അതുകൊണ്ട് നേരെ അഭിയുടെ റൂമിലേക്ക് ചെല്ലും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സത്യം പറയടാ, അവരും പറഞ്ഞു കേട്ടോ ആ കുട്ടിക്ക് നിൻ്റെ കട്ട ഉണ്ടെന്ന്, ഇനി നിനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അമ്മയും പറയുന്നുണ്ട്, ഇനി പറഞ്ഞ് അമ്മയും കൂടെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി എന്നിട്ട് എൻ്റെ തലയിലേക്ക് വെക്കുക, അത് തെറ്റ്, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, അല്ല, നിൻ്റെ സ്വഭാവം വെച്ച് അങ്ങനെ സംശയിക്കണം, കാരണം കല്യാണത്തിന് മുമ്പും എപ്പോഴും നീ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ട്, അവരുമായിട്ടൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ചോദിച്ചത്, എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോടാ എന്ന് ചോദിക്കും. അന്നേരം അഭി പറയുന്നുണ്ട്, എനിക്കൊരു അബദ്ധവും പറ്റിയിട്ടില്ല, ഇനിയിപ്പോൾ ഇവിടുത്തെ മറ്റ് 2 പേരുണ്ടല്ലോ, ആദർശേട്ടനും അനിയും, ഇനി ആദർശേട്ടൻ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, ആദർശന് അങ്ങനെ അബദ്ധം പറ്റാനുള്ള സാധ്യതയൊന്നുമില്ല, കാരണം അവൻ നിന്നെ പോലെ അല്ല, അവൻ ഒരു പെണ്ണുങ്ങളുടെ പുറകെ നടക്കാറില്ല, അത് എനിക്കറിയാമെന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, അങ്ങനെയല്ലേ എല്ലാവരും പറയുള്ളൂ, പക്ഷേ ഏതെങ്കിലും ഓരോ സമയത്ത് അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ അയാളുടെ കുട്ടിയായിരിക്കില്ലേ എന്ന് ചോദിക്കും. നേരെ ജലജ പറയുന്നുണ്ട്, ഈശ്വര, അങ്ങനെ ആയാൽ മതിയായിരുന്നു, അങ്ങനെയായിരുന്നെങ്കിൽ എപ്പോഴും എന്നെ കുത്തി നോവിക്കുന്ന ദേവയാനി എനിക്ക് കുത്താൻ ഒരു അവസരം കിട്ടിയേനെ, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആദർശിൻ്റെ കുട്ടിയാണ് അതെന്ന് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ അമ്പലത്തിൽ ഒരു ചുറ്റുവിളക്ക് നേർന്നേക്കാം എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ജലജ. അന്നേരം അഭി പറയുക, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിലുള്ള അവസരം അമ്മയ്ക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത് എന്ന്. അന്നേരം ജലജ ഭയങ്കര പ്രതീക്ഷയോടെ ചോദിക്കുകയാണ്, എന്താടാ അങ്ങനെ പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അറിയത്തില്ല, ഇനിയിപ്പോൾ അങ്ങനെ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്ന് പറയൂ കേട്ടോ അഭി. അത് കഴിഞ്ഞ് നയനയാണ് കാണിക്കുന്നത്. നയനക്കാകെ സംശയമാണ് അഭിയെ. പിന്നെ അഭി ഭയങ്കരമായിട്ട് ആദർശിൻ്റെ തലയിലേക്ക് കേസ് കൊണ്ട് വെപ്പിക്കാനായി വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നയന ആദർശിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയൊക്കെ ആയിട്ട് ആദർശേട്ടൻ എന്താ ഒരു DNA ടെസ്റ്റിന് മുതിരാത്തത്? അഭിയാണെങ്കിൽ ഇവിടെ കിടന്നങ്ങ് നിഗളിക്കുകയാണ്, അവന് വലിയ മിസ്റ്റർ ക്ലീൻ ആണെന്ന് പറയിപ്പിക്കാൻ വേണ്ടി അവൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുക. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ, നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്നെ എന്ന്? അന്നേരം നയന പറയും, എനിക്ക് ആദർശിനെ ഒരു സംശയവും ഉള്ളതുകൊണ്ടൊന്നുമല്ല, ഇത് തെളിയിക്കണം, കാരണം ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്കൊരു തെളിവ് വേണം, അതിനുവേണ്ടി എങ്ങനെയെങ്കിലും നമുക്ക് DNA ടെസ്റ്റ് നടത്തണ്ടേ എന്ന് ചോദിക്കും. എന്നിട്ട് ആദർശ് പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അഭിയുടെ മുടി സംഘടിപ്പിക്കാം, നീ ചന്തുമോളുടെ മുടിയും കൂടെ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക, എന്നിട്ട് നമുക്ക്
കിരണിൻ്റെ കൈ കൊടുക്കാം. അവൻ്റെ ഒരു കൂട്ടുകാരൻ ഫോറൻസിക്കിലുണ്ട്, അതുകൊണ്ട് ആരും അറിയാതെ നമുക്കത് ചെയ്യാമെന്ന് പറയുന്നു. ഏതായാലും അവരുടെ മുടിയൊക്കെ കളക്ട് ചെയ്തിട്ട് കിരണിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് കിരണിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരന് വലിയ തിരക്കൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും. ഇനി ഇപ്പോൾ ഈ കുട്ടി അബിയുടെ ആണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്ലാൻ എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയും, അങ്ങനെ സംഭവിച്ചാലും എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഏതായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ആദർശൻ്റെ സ്വഭാവം വെച്ച് ആദർശേട്ടനാകാൻ സാധ്യതയില്ല, പിന്നെ അനിയാകാനും സാധ്യതയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയം അബിയെ തന്നെയാണ്. ഇനിയിപ്പോൾ അവനാണ് അച്ഛനെന്ന് തെളിഞ്ഞാലും ചന്തുമോളെ വിട്ടുകളയാൻ ഒന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അത്രത്തോളം ഞാനും അമ്മയും ഒക്കെ ചന്തുമോളുമായിട്ട് അടുത്തു എന്ന് പറയുക. അന്നേരം കിരൺ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. കാരണം ഇവർ കാര്യമല്ല ആ കുട്ടിയുടെ അച്ഛനെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കൽ ആ കുട്ടിയുടെ അവകാശം വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ വിഷമമാകില്ല എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അതിനുള്ള സാധ്യത കുറവാണ്. ആ കുട്ടിയുടെ അമ്മ വന്ന് ചോദിക്കാനൊന്നും പോകുന്നില്ല. അതൊരു കോമ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. റിക്കവർ ആകുമോ എന്നറിയത്തില്ല. പിന്നെ അച്ഛൻ അനന്തപുരിയിലെ കൊച്ചുമകനാണ് കുട്ടിയുടെ അച്ഛനെന്ന് പറഞ്ഞ സ്ഥിതിക്ക് വീട്ടിലുള്ള ആരെങ്കിലും ആകാനാണല്ലോ സാധ്യത. ഞാനല്ല എന്ന് എനിക്കറിയാം. അനി അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞങ്ങളുടെ എല്ലാ സംശയവും അബിയെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം കിരൺ പിന്നെയും ചോദിക്കുന്നുണ്ട്, അബി ഇപ്പോൾ നല്ല രീതിയിൽ നവേശിയും കുഞ്ഞിനെയൊക്കെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു മാറ്റം അവന് വന്നല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവൻ അതും ചതിക്കുന്നതാണോ എന്ന് അറിയില്ല എന്ന് നയന പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, ചിലപ്പോൾ അതും അവൻ്റെ ഒരു അഭിനയമായിരിക്കും. കാരണം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അവൻ്റെ തലയിലേക്ക് കുറ്റമെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവൻ എന്തെങ്കിലും വേണ്ടേ, അതുകൊണ്ട് അവൻ ചിലപ്പോൾ അഭിനയിക്കുന്നതാകാം എന്നിങ്ങനെ കിരൺ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും, ഏതായാലും നമുക്ക് റിസൾട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അറിയാമല്ലോ, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ട് പോകുന്നു. നയനെ ആദർശം കൂടെ ഓഫീസിലേക്കും പോവാം. പിന്നീട് അബിയെയാണ് കാണിക്കുന്നത്. അബിയാണെങ്കിൽ സ്വർണം തിരിമറിയൊക്കെ നടത്തിയ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തേക്ക് എസ് ഐ കേസ് അബിയുടെ തലയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് തിരിച്ചു വിടാൻ വേണ്ടി എസ് ഐ അബിയുടെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പൈസ മേടിക്കുന്നുണ്ട്. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയാണ് അങ്ങേരെ വന്നേക്കുന്നത്. അങ്ങേർക്ക് ഒരു 10 ലക്ഷം രൂപ വേണം. അങ്ങേരുടെ പെരപണി നടക്കുകയാണ്. അപ്പോൾ അത്രയും പൈസ പയ്യെ കിട്ടിയാൽ പോരാ, പെട്ടെന്ന് കിട്ടണം. അങ്ങേരെന്തെങ്കിലും കേസ് ക്ലോസ് ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം അബി പറയും, 10 ലക്ഷം ഒരുമിച്ച് തരാൻ എൻ്റെ കയ്യിലില്ല, ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ എന്ന് ഞാൻ നോക്കാം. ഞാൻ അവിടുത്തെ വെറും എംപ്ലോയി മാത്രമാണ്, എങ്കിലും ഞാൻ ശ്രമിക്കാമെന്ന് പറയുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, എനിക്ക് ഇവിടുന്ന് എന്തെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേറെ എസ് ഐ വരും. അവർ ചിലപ്പോൾ ഞാൻ അന്വേഷിക്കുന്ന രീതിയിൽ ആയിരിക്കില്ല അന്വേഷിക്കുന്നത്. കേസ് തൻ്റെ തലയിൽ വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ താൻ അത് എങ്ങനെയെങ്കിലും ആ സ്വർണ്ണപ്പണിക്കാരൻ്റെ തലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തേക്കണം എന്ന് പറയും. അന്നേരം അബി പറയുന്നുണ്ട്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അയാൾ മുത്തശ്ശൻ്റെയും ആദർശൻ്റെയും ഒക്കെ വിശ്വസ്തനായിരുന്നു. ഇങ്ങനെ ഒരു കാര്യത്തിന് എനിക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നത് അങ്ങേർക്ക് ഒരു ചെറിയ പൈസയുടെ ആവശ്യം വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അയാളെ പേടിപ്പിച്ച് അയാൾ അന്നേരം കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. അങ്ങനെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനും കുടുങ്ങും. അതുകൊണ്ട് ആ വഴിയൊന്നും ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എസ് ഐ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കേസ് ക്ലോസ് ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞ് പൈസ തരണം, എങ്കിലേ നടക്കുള്ളൂ എന്ന് പറയും. അപ്പോൾ പറയുന്നുണ്ട്, സാർ വിഷമിക്കേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും സെറ്റാക്കി തരാം, ചെല്ല് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങേരെ വിടുകയാണ്. അത് കഴിഞ്ഞ് അബി ആദർശിനെ വിളിക്കുന്നു. ആദർശിനെ വിളിച്ചിട്ട് ആദർശ് ഇങ്ങോട്ട് വരും. എന്നിട്ട് ചോദിക്കും, എന്താടാ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും, വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്ത കാര്യം ആയതുകൊണ്ടാണ് ഏട്ടനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. എനിക്ക് നവ്യയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതുപോലെ എൻ്റെ കുറേ കടങ്ങളുണ്ട്, അതൊക്കെ വീട്ടണം. അതിനുവേണ്ടി എനിക്ക് 10 ലക്ഷം രൂപ വേണമെന്ന് ഇങ്ങനെ പറയും. ആദർശ് ഇങ്ങനെ ചോദിക്കുമ്പോൾ, നവ്യയുടെ കാര്യം ചെയ്യാൻ നിനക്ക് 10 ലക്ഷം രൂപയോ? അവളുടെ കാര്യങ്ങൾ ഞാനും നയനും കൂടി ചെയ്തു കൊടുത്തോളാം എന്ന് പറയുമ്പോൾ അബി ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഏട്ടൻ മാത്രം മിസ്റ്റർ ക്ലീൻ ആയാൽ പോരല്ലോ? അവൾ അല്ലെങ്കിൽ തന്നെ പറയുന്നുണ്ട്, അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആദർശേട്ടനും നയനേടത്തെയും കൂടിയാണെന്ന്. അങ്ങനെ വേറെ ആരും അവളുടെ കാര്യം നോക്കേണ്ട കാര്യമില്ല. അവൾക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം. എനിക്ക് പൈസ വേണമെന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, 10 ലക്ഷം രൂപയുടെ ആവശ്യം എന്താ? അത്രയും രൂപ തരാൻ പറ്റത്തില്ല. ഞാനൊരു 5 ലക്ഷം രൂപ നിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അതേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ട്, അതുപോലെ എനിക്ക് 10 ലക്ഷം അത് പോരാ, എനിക്ക് 10 ലക്ഷം വേണം. എനിക്കിപ്പോൾ 50,000 രൂപ മാത്രമാണ് ശമ്പളം കിട്ടുന്നത്. അതുകൊണ്ട് ആർഭാടത്തിൽ ജീവിക്കാനൊന്നും പറ്റില്ല. ആർഭാടത്തിൽ ജീവിക്കണമെങ്കിൽ ഒരു മാസം 2 ലക്ഷം രൂപയെങ്കിലും വേണം. അതുകൊണ്ട് എനിക്ക് പൈസ കിട്ടിയേ പറ്റുള്ളൂ.
പിന്നെ ഞാൻ വലിയൊരു രഹസ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഏട്ടൻ ഇങ്ങനെ മിസ്റ്റർ ക്ലീൻ ആയിട്ട് നടക്കാൻ പറ്റുന്നത്. അത് ഞാൻ എല്ലാവരോടും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ തന്നെ നാട്ടിലും വീട്ടിലും ഓഫീസിലും ഒക്കെ ഏട്ടൻ നാറും. ഇപ്പോഴത്തെ ഈ ബഹുമാനം ഒന്നും പിന്നെ കിട്ടിയെന്ന് വരില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഭീഷണിപ്പെടുത്തുക കേട്ടോ ആദർശിനെ. നേരെ ആദർശ് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ തൽക്കാലം ഒരു 5 ലക്ഷം രൂപ തരാം എന്ന് പറയുമ്പോൾ 5 ലക്ഷം തന്നേരേ, പക്ഷേ ബാക്കി 5 ലക്ഷം കൂടി ഉടനെ തന്നെ തന്നേക്കണം എന്നിങ്ങനെ പറഞ്ഞ ഒരു ഭീഷണി പോലെ പറഞ്ഞിട്ട് അബി അങ്ങ് പോകുമ്പോൾ അതോർത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത്. അപ്പോൾ ഇതിലും നല്ല എപ്പിസോഡായിട്ട് നമുക്ക് നാളെ കാണാം. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.